ഓം ശാന്തി. ലോകത്ത് താൻ ആഗ്രഹിച്ച പോലെ വിജയം നേടിയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. 750 കോടി ജനതയിൽ നോക്കിയാൽ സം പേഴ്സൻറ്റേജ് ആളുകൾ ആഗ്രഹിച്ച പോലുള്ള വിജയവും സാമ്പത്തികമായിട്ടുള്ള സുഖവും ഫ്രീഡവും എല്ലാം നേടിയ സക്സസ്ഫുൾ ആയിരിക്കുന്ന പേഴ്സൺസ് എന്ന് പറയാം. ഏതാനും ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ആളുകൾ അവനവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, എത്താൻ പറ്റാതെ പോകുന്നവർ, കുറച്ചാളുകൾ എന്തുകൊണ്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കാത്തവർ. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി, നിങ്ങൾക്കൊരിക്കലും തോറ്റു പോകാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് അനുഭവങ്ങൾ, കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ പ്രശ്നം വരാത്തവരായിട്ട് ആരുമില്ല. നിങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ, പുരാണങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. അവിടുത്തെ അവതാര പുരുഷന്മാർ ലോകത്തെ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയാണ് അവരൊക്കെ അവതരിച്ചു വരുന്നത് തന്നെ. ധർമ്മപിതാക്കന്മാർ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ യാത്രയിൽ അവർ നേരിടാത്ത പ്രശ്നങ്ങൾ എന്താ ഉള്ളത്? ഇന്നത്തെ ലോകത്തെ ബിസിനസ് ഫീൽഡിലാവട്ടെ, വ്യാവസായിക രംഗത്താവട്ടെ, കലാപരമായിട്ടുള്ള രംഗത്താവട്ടെ, ആരെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. കൊച്ചുകുട്ടികളുടെ മത്സരം തൊട്ട് വലിയ ആളുകളുടെ റിയാലിറ്റി ഷോസ് തൊട്ട് വലിയ കാര്യങ്ങൾ വരെ നോക്കിയാൽ എല്ലായിടത്തും പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം ഇല്ല. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു, എന്നോട് എന്തേ ഈശ്വര ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് കരഞ്ഞ് തളർന്നിരിക്കുന്ന ആളുകൾ എവിടെ എത്താറില്ല. അതേസമയം ആ പ്രോബ്ലം വരുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡ് ഉണ്ടെങ്കിൽ, പരിഹാരം കണ്ടെത്താനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, അവരവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തന്നെയാണ് ജീവിതത്തിൻ്റെ അവസരങ്ങളാക്കി മാറ്റുന്നതും ജീവിതത്തിലെ ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരുന്നതും. ഒരു ഉദാഹരണം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു എയർപോർട്ടിൽ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് യാത്രികർ എത്തിച്ചേർന്നു. പോർട്ടോറിക്കോ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു യാത്ര. യാത്രികർ എത്തിച്ചേർന്ന ശേഷമാണ് അനൗൺസ്മെന്റ് വരുന്നത്, ആ വിമാനം താൽക്കാലികമായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലൈയിങ്ങിനെ ക്യാൻസൽ ചെയ്തിരിക്കുന്നുവെന്ന്. ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും, പല ലക്ഷ്യങ്ങളും, അർജൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബ്ഡായി ആ ഫ്ലൈറ്റിലെ യാത്രികരായിരിക്കുന്ന എല്ലാവരും ചേർന്ന് എയർലൈൻസിൻ്റെ അതോറിറ്റിയുമായിട്ട് അവിടെ പ്രശ്നം നടക്കുന്നു, തർക്കം നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത അന്തരീക്ഷം ചൂട് പിടിച്ചിരിക്കുകയാണ്. അതിൽ റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വൈഫും യാത്രികരായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതോറിറ്റിയോടാണെങ്കിൽ റിച്ചാർഡിൻ്റെ വൈഫ് അദ്ദേഹത്തോടായിരുന്നു കത്തുന്നുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, എല്ലായിടത്തും മാറി ഒരു സ്ഥലത്ത് വന്ന് സൈലൻ്റ് ആയിരുന്നുകൊണ്ട് തനിക്കറിയാവുന്ന എല്ലാ പ്രൈവറ്റ് എയർലൈൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ പറപ്പിക്കാൻ, അവിടെ നിന്ന് പോർട്ടോറിക്കോയിലേക്ക് പറപ്പിക്കാൻ വേണ്ടി എത്ര പൈസ വരും എന്ന് അദ്ദേഹം പലരിടത്തുനിന്നായിട്ട് അന്വേഷിച്ചു. അങ്ങനെ അവസാനം ഒരു ഫ്ലൈറ്റ് $2000 പോർട്ടോറിക്കോയിലേക്ക് പറപ്പിക്കാമെന്നതായിരിക്കുന്ന ധാരണയിലെത്തി. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അവിടെ ആ ഒരു ഫ്ലൈറ്റിൽ പറക്കാൻ വേണ്ടി വന്നിട്ടതായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരു സീറ്റിന് $50 വെച്ചത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ മൊത്തം സീറ്റിന് അത്രയും ആളുകൾ അതിൽ ചേരാൻ പറ്റിയാൽ ഒരു നഷ്ടവും കൂടാതെ എത്തിച്ചേരാവുന്നൊരു കാൽക്കുലേഷനിലെത്തി. അങ്ങനെ അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി, പോർട്ടോറിക്കോയിലേക്ക് ഫ്ലൈറ്റ് പുറപ്പെടുകയാണ്, ഒരാൾക്ക് $50 മാത്രമാണ് കോസ്റ്റ് എന്ന്. അങ്ങനെ പോവാൻ വേണ്ടി അത്യാവശ്യമായി നിന്ന് ഒരുപാട് യാത്രികരുണ്ടായിരുന്നു. 2 സീറ്റ് തനിക്കും തൻ്റെ ഭാര്യയ്ക്കും വെച്ച ശേഷം ബാക്കി എല്ലാ സീറ്റും $50 കോസ്റ്റിന് അദ്ദേഹം അവിടെ നിന്ന് വെച്ച് വിറ്റു. അങ്ങനെ ഫ്ലൈറ്റ് പറന്നെത്തി. അവിടെ പറന്നിറങ്ങിയപ്പോൾ $2000 കമ്പനിക്ക് കൊടുത്തിട്ട് കൂടി $400 ലാഭം ഉണ്ടാക്കിയിട്ടായിരുന്നു റിച്ചാർഡ് അവിടെ പോയിട്ട് ഇറങ്ങിയത്. ഉടനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ വന്നു, അങ്ങനെയെങ്കിൽ ഒരു എയർലൈൻസ് പറപ്പിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്ന്. അങ്ങനെയാണ് വെർജിൻ എയർലൈൻസ് എന്നതായിരിക്കുന്ന ഒരു എയർലൈൻസ് തുടങ്ങുന്നത് തന്നെ. ബാക്കി എല്ലാ യാത്രികരും എയർലൈൻ അതോറിറ്റിയോട് പോയിട്ട് യുദ്ധം ചെയ്യുന്നവർ, പരസ്പരം അന്യോന്യം അത് പഴിച്ചു നിൽക്കുന്നവർ, വിഷമിച്ച് നിൽക്കുന്നവർ, കരഞ്ഞു നിൽക്കുന്നവർ, ആ ഒരു യാത്രയ്ക്ക് വന്ന എല്ലാവരും ഈ കൂട്ടത്തിലായിരുന്നു. ഒരാൾ മാത്രം ആ കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിച്ചു, നമുക്ക് എല്ലാവർക്കും പറക്കാനായിട്ടുള്ളതായിട്ടുള്ള വഴി എന്തെന്ന്. അതിനെ ലാഭത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് ഒരു ലീഡറുടെ യഥാർത്ഥമായിരിക്കുന്ന കഴിവ്. ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രോബ്ലം എന്തുകൊണ്ടുണ്ടായി, എനിക്കെന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ഞാൻ ആ സാഹചര്യത്തിൽ വന്നു, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഒന്നുകിൽ ഭഗവാനെ പഴിച്ചു, അല്ലെങ്കിൽ അതോറിറ്റിയെ പഴിച്ചു, അല്ലെങ്കിൽ കൂടെയുള്ളവരെ പഴിച്ചു, അല്ലെങ്കിൽ വിധിയെ പഴിച്ചു,
ഇങ്ങനെ ജീവിക്കുന്നവരിൽ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാറില്ല. അതേസമയം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, മറ്റൊരു സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ പ്രോബ്ലം സീക്കിംഗ് മൈൻഡിൽ നിന്ന് സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡിലേക്ക്, പ്രശ്നത്തിൽ കുരുങ്ങുന്ന മനസ്സിൽ നിന്ന് പരിഹാരം കണ്ടെത്തുന്ന മനസ്സിലേക്ക് നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ സാധിച്ചാൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ല എന്നുള്ളതാണ് സത്യം. എത്ര തന്നെ പ്രശ്നം വന്നോട്ടെ, എല്ലാ തലത്തിലും വന്നോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരു ഭാഗത്തിനേ വരുള്ളൂ എന്നും ഒരു പ്രശ്നമേ വരുള്ളൂ എന്നുള്ളതില്ല. വരുമ്പോൾ പലതായിരിക്കാം വരിക, ഒന്നിച്ചായിരിക്കാം ഹിറ്റ് ചെയ്യുക. പക്ഷെ പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ കുരുങ്ങി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോബ്ലംസ് അവരെ തളർത്തിയിരുത്തുമെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള മനസ്സ് വീണ്ടും വീണ്ടും സൊല്യൂഷൻസ് കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിലെ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ തോൽക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ സ്വന്താക്കിയേ പറ്റൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി, ജീവിതത്തിൽ ജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, എന്നാൽ അവസരം കാത്തു നിൽക്കാതെ പ്രവർത്തിക്കാനും നമ്മൾ തുടങ്ങണം. ഒരിക്കൽ പഞ്ചാബിലെ ക്രിക്കറ്റിന്റെ ട്രെയിനിങ് നടക്കുന്ന സമയം നവജ്യോത് സിംഗ് സിദ്ധു സ്റ്റാർ ആയിട്ട് തിളങ്ങി നിൽക്കുന്നതായിട്ടുള്ള കാലഘട്ടം. അദ്ദേഹത്തിന് നല്ല ബൗളർമാരായിരിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിൽ ഒത്തിരി എക്സ്പെർട്ടായിട്ടുള്ള ബൗളേഴ്സ് പലരും വന്നു. പക്ഷെ ആര് വരുമ്പോഴും സിദ്ധു അവരെ മിനിറ്റുകൾക്കുള്ളിൽ അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് സിക്സറും ഫോറും എടുത്തുകൊണ്ട് തൻ്റെ എക്സ്പെർട്ടീസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു മെലിഞ്ഞ ചെറിയ ട്രൗസർ ഇട്ടൊരു പയ്യൻ വന്നു. ആ പയ്യൻ വന്നു, ആദ്യത്തെ ബോൾ എറിഞ്ഞപ്പോൾ തന്നെ സിദ്ധുവിൻ്റെ തട്ടി എന്നുള്ള ബാറ്റ് കൊണ്ടോ ഇല്ലേ അതങ്ങ് പാളിപ്പോയി. രണ്ടാമത്തെ ബോൾ നെഞ്ചിൽ കൊണ്ടു. മൂന്നാമത്തെ ബോളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിദ്ധുവിന് ഒഴിഞ്ഞു മാറേണ്ടി വന്നു. 5ഓ 6ഓ ബോൾ വന്നപ്പോൾ സിദ്ധുവിന് മനസ്സിലായി ഇവനൊരു സാധാരണ കളിക്കാരനല്ല എന്ന്. അങ്ങനെ ആ കുട്ടീനെ അന്നത്തെ രഞ്ജി ട്രോഫിയിലേക്ക് സെലക്ട് ചെയ്തു. അതിൽ നല്ല ലെവലിലെത്തി. അവിടെ നിന്ന് ആ കുട്ടി നല്ല കഠിനാധ്വാനത്തിലൂടെ അവസാനം 2010 നമ്മുടെ ഭാരതത്തിന് ട്രോഫി വാങ്ങിത്തരാനുള്ള ആളായി മാറി. നമുക്ക് ഞാൻ പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും ഹർഭജൻ സിംഗ്. അതുപോലെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, ഹർഭജൻ സിംഗിൻ്റെ ഒരു അനുഭവത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുതരാൻ കാരണം. ഹർഭജൻ സിംഗ് പറയുന്നുണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും രണ്ടുപേരും നന്നായിട്ട് ബോൾ ചെയ്യുന്ന ആളുകളാണ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എപ്പോഴും നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കൂ, അപ്പോൾ നമുക്കതിന് റിസൾട്ട് വരുന്നതാണ്. പക്ഷെ കൂട്ടുകാരൻ നല്ല എക്സ്പെർട്ട് തന്നെയായിരുന്നു ബോളിങ്ങിൽ. പക്ഷെ പറയുമായിരുന്നു ഒരു ചാൻസ് വരട്ടെ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സെലക്ഷൻ കിട്ടട്ടെ, അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യാമെന്ന്. അവസരം നല്ലത് വന്നിട്ട് ചെയ്യാമെന്ന് കാത്തിരിക്കുന്നവർ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുകയുള്ളൂ. അതേസമയം അവസരം വന്നോ വന്നില്ലേ നിരന്തരമായിട്ട് ആവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെ തേടി അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും. അവർ ജീവിതത്തിലെ വലിയ അവസര ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് അവസരങ്ങൾ പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ പലപ്പോഴും പലരും പറഞ്ഞിട്ട് ഒരു ചാൻസ് ആവട്ടെ, ഒന്ന് ശരിയാവട്ടെ, അതും കൂടെ ശരിയാവാനുണ്ട്, ഇതും കൂടെ ശരിയാവാനുണ്ട്, ഒരു സൗണ്ട് സിസ്റ്റം റെഡി ആവാനുണ്ട്, ക്യാമറ റെഡി ആവാനുണ്ട്, ലൈറ്റൊക്കെ വരാനുണ്ട്, പിന്നെ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, എന്നിട്ടാവാം. ഇങ്ങനെ ഏതൊരു ഫീൽഡ് നോക്കുമ്പോഴും അതിൻ്റെ പെർഫെക്ഷൻ ആയിട്ട് ഇറങ്ങാൻ കാത്തിരിക്കുന്നവർ ഒരിക്കലും ഇറങ്ങാറില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ, എല്ലാ ട്രാഫിക് ഐലൻഡിലും ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ട് ഞാൻ വണ്ടി എടുത്തു പോവാമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് മുന്നിലുള്ളതായിരിക്കുന്ന ചാൻസ് റെഡ് സിഗ്നൽ ആണെങ്കിലും കുഴപ്പമില്ല, സിഗ്നൽ മാറി ഗ്രീൻ വരുമല്ലോ എന്ന വിചാരത്തോടു കൂടി മുന്നോട്ട് കാൽ വയ്ക്കുന്നവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും കാത്തിരിക്കരുത് പെർഫെക്റ്റ് അവസരത്തിന് വേണ്ടി. നിങ്ങൾ തുടങ്ങിക്കോളൂ, ശ്രമിച്ചോളൂ, മാറ്റം വരുത്തേണ്ടി വന്നേക്കാം. എല്ലാം വളർന്നവരും അങ്ങനെ തന്നെയാണ്. ആദ്യത്തിൽ ചെയ്തതായിട്ടുള്ള പോലെയല്ല രണ്ടാമത്, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആവും, കുറച്ചുകൂടെ പഠിക്കും, കുറച്ചുകൂടെ മുന്നോട്ട് വരും, നമ്മൾ ചെയ്ത ഫീൽഡിൽ നമ്മൾ എക്സ്പേർട്സ് ആവും. അങ്ങനെ നമ്മൾ ഹൈറ്റ്സിലേക്ക് എത്തുകയും ചെയ്യും. അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പുറത്തിറങ്ങാം എന്ന് കാത്തു നിൽക്കുന്ന ആൾ എവിടെയും എത്താറില്ല. അതുകൊണ്ട് ജയിക്കണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിയോളൂ, കാത്തിരിക്കരുത്. ഇന്നലെ പോയ അവസരങ്ങൾ പോയി, ഇന്ന് നിങ്ങൾക്കുള്ള ശുഭമുഹൂർത്താണ്. ഈ നിമിഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല നിമിഷം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും, ഒരു സംശയവുമില്ല. റിസ്ക് എടുക്കാത്ത ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുന്നതുണ്ടല്ലോ, എത്രയോ തവണ വീണിട്ടാണ്. ആ കുട്ടിക്ക് വീഴുന്നുള്ള പേടിയിൽ നടക്കാതിരുന്നാൽ ആ കുട്ടി നടക്കാനേ പഠിക്കില്ല. പക്ഷിക്കുഞ്ഞുങ്ങളുടെ അമ്മമാർ കണ്ടിട്ടുണ്ടോ, അവർ ചിറക് മുളച്ച് കുറച്ചിങ്ങനെ ചിറക് വിറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല മാതാപിതാക്കളും പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് തള്ളി താഴേക്കിടുമ്പോൾ അവർ തന്നെത്താൻ ചിറകെടുക്കുകയും പറക്കാൻ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ചാടി വീഴുമ്പോൾ റിസ്ക് എടുക്കുമ്പോഴേ ആ കുട്ടി പറക്കാൻ പഠിക്കുന്നുള്ളൂ, വീഴുമ്പോഴേ നടക്കാൻ പഠിക്കുന്നു.
പഠിപ്പിക്കുന്നുള്ളൂ. ജീവിതത്തിൽ റിസ്ക് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ഹൈറ്റ്സ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പേടിക്കാതെ ഈ 3 പ്രിൻസിപ്പിളും നമ്മുടെ ലൈഫിൽ സ്വന്തമാക്കൂ. എന്ത് പ്രോബ്ലം വരുമ്പോഴും സൊല്യൂഷന് വേണ്ടി സീക്ക് ചെയ്യൂ. ജീവിതത്തിൽ കാത്തിരിക്കാതെ തുടങ്ങിക്കോളൂ. മുന്നോട്ട് വരുന്ന റിസ്കുകളെ ഈസി ആയിട്ട് ഫേസ് ചെയ്യൂ. എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ 3 പ്രിൻസിപ്പിൾ സ്വന്തമായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യത്തിലെത്തും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.